ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിൽ ഫുട്ബോൾ ലോകത്തെ ഇതിഹാസങ്ങളുടെ റെക്കോർഡുകളെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് തിരുത്തി എഴുതി ഫ്രഞ്ച് പടയുടെ പടയോട്ടം. സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്തുവിട്ട് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. മത്സരത്തിൽ ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ ഫ്രഞ്ച് നായകൻ എംബാപ്പയും അസിസ്റ്റുകളിൽ മാന്ത്രിക കാട്ടിയ മൈക്കൽ ഒലീസയും ചരിത്രത്തിലെ നാഴിക കല്ലുകളാണ് സ്വന്തമാക്കിയത്. ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ, ജർമ്മനിയുടെ മിറോസ്ലോവ് ക്ലോസെ, കറുത്ത മൂങ്ങ പെലെ എന്നിവരുടെ വമ്പൻ റെക്കോർഡുകളാണ് എംബാപ്പെ തകർത്തത്. ലോകകപ്പ് നോക്കൌട്ടിൽ ഗോൾ വേട്ടയിൽ റൊണാൾഡോയെ മറികടന്ന എംബാപ്പെ ആകെ ഗോളുകളുടെ എണ്ണത്തിൽ ക്ലോസയും പിന്നിലാക്കി കഴിഞ്ഞു. അതേസമയം അസിസ്റ്റുകളുടെ എണ്ണത്തിൽ പെലെയുടെ തൊട്ടരികിലാണ് യുവതാരം ഒലീസെ. സ്വീഡനെതിരെയുള്ള ആവേശകരമായ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ അടിച്ചുകൂട്ടിയതോടെ ലോകകപ്പ് ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വലിയൊരു റെക്കോർഡ് വേട്ടയ്ക്കാണ് ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ നേതൃത്വം നൽകിയത്. ഫുട്ബോൾ ലോകം ഇതിഹാസങ്ങളായി വാഴ്ത്തുന്ന റൊണാൾഡോ, മിറോസ്ലോവ് ക്ലോസെ, കറുത്തമുത്ത് പെലെ തുടങ്ങിയവരുടെ വമ്പൻ റെക്കോർഡുകളാണ് എംബാപ്പെ ഒരൊറ്റ രാത്രി കൊണ്ട് പഴങ്കഥയാക്കിയത്. ലോകകപ്പിന്റെ ഏറ്റവും സമ്മർദ്ദമേറിയ നോക്കൌട്ട് സ്റ്റേജുകളിൽ ഗോൾവേട്ട നടത്തുന്നതിൽ തനിക്കുള്ള അസാധ്യ മികവ് എംബാപ്പെ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. സ്വീഡനെതിരെ നേടിയ ഗോളുകളോടെ ലോകകപ്പ് നോക്കൌട്ട് ഘട്ടങ്ങളിൽ മാത്രം എംബാപ്പെ തന്റെ ഗോൾ നേട്ടം 10 ഉയർത്തി. ഇതോടെ ലോകകപ്പ് നോക്കൌട്ടുകളിൽ 9 ഗോളുകൾ നേടിയിട്ടുള്ള ബ്രസീലിയൻ ഇതിഹാസ താരം റൊണാൾഡോയുടെ എക്കാലത്തെയും വലിയ റെക്കോർഡാണ് എംബാപ്പെ മറികടന്നത്. നിലവിൽ നോക്കൌട്ട് ഘട്ടങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എംബാപ്പയാണ്. കേവലം ഗോളടിയിൽ മാത്രമല്ല, ഗോളുകൾ വഴിയൊരുക്കുന്നതിലും എംബാപ്പെ കാണിക്കുന്ന കൃത്യതയാണ് അദ്ദേഹത്തെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. ലോകകപ്പ് കരിയറിൽ ആകെ 18 ഗോളുകളും 4 അസിസ്റ്റുകളുമായി മൊത്തം 22 ഗോൾ കോൺട്രിബ്യൂഷനുകൾ എംബാപ്പെ സ്വന്തമാക്കി കഴിഞ്ഞു. ഇതോടെ ബ്രസീലിയൻ ഇതിഹാസം പെലെയെ എംബാപ്പെ മറികടന്നു. ഈ പട്ടികയിൽ 27 കോൺട്രിബ്യൂഷനുകളുമായി മെസ്സി തന്നെയാണ് നിലവിൽ ഒന്നാമത്. ഈ ലോകകപ്പ് പതിപ്പിലെ ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ഫ്രഞ്ച് നായകൻ തന്നെയാണ് നിലവിൽ ആധിപത്യം പുലർത്തുന്നത്. ഈ ടൂർണമെന്റിൽ നിലവിൽ 6 ഗോളുകളുമായി ലയണൽ മെസ്സിക്കൊപ്പമാണ് എംബാപ്പെ എങ്കിലും ഗോളുകൾക്ക് പുറമെ 2 അസിസ്റ്റുകൾ കൂടി എംബാപ്പെ പേരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ബൂട്ട് റേസിൽ നിലവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എംബാപ്പെ തന്നെയാണ്. എംബാപ്പെ ഗോളടിച്ച് റെക്കോർഡുകൾ ഇടുമ്പോൾ അതിനു പിന്നിൽ കൃത്യമായ പന്തുകൾ എത്തിച്ചു നൽകിയ ഫ്രാൻസിന്റെ യുവതാരം മൈക്കൽ ഒലീസയും ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ഈ ലോകകപ്പിൽ ഇതുവരെ 5 അസിസ്റ്റുകൾ ഒലീസെ നേടിക്കഴിഞ്ഞു. ഇതോടെ 1966 ശേഷം ഒരൊറ്റ ലോകകപ്പ് പതിപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടുന്ന 2ാമത്തെ താരമായി ഒലീസെ മാറി. താരങ്ങൾ മാത്രമല്ല, ടീം എന്ന നിലയിലും കോച്ച് ദിദിയർ ദശാംഷിയും ഈ മത്സരം വൻ റെക്കോർഡുകളാണ് സമ്മാനിച്ചിരിക്കുന്നത്. ലോകകപ്പിൽ തുടർച്ചയായി 5 മത്സരങ്ങളിൽ 3-ൽ കൂടുതലോ ഗോളുകൾ നേടുന്ന ആദ്യ ടീമായി ഫ്രാൻസ് മാറി. ലോകകപ്പിൽ തുടർച്ചയായ തങ്ങളുടെ 7ാം വിജയമാണ് ഫ്രാൻസിന്. 2014 ശേഷം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീമും ഫ്രാൻസ് തന്നെയാണ്. 2014 മുതൽ ആകെ 53 ഗോളുകളാണ് ഫ്രാൻസ് അടിച്ചുകൂട്ടിയത്. അർജന്റീനയും ജർമ്മനിയും 37 ഗോളുകളുമായി ബഹുദൂരം പിന്നിലാണ്. ഫ്രാൻസ് കോച്ച് ദിദിയർ ദശാംഷിയും ലോകകപ്പ് നോക്കൌട്ടിൽ തന്നെ 9ാം വിജയം സ്വന്തമാക്കി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോക്കൌട്ട് വിജയങ്ങൾ നേടിയ പരിശീലകൻ എന്ന റെക്കോർഡ് അദ്ദേഹം ഇപ്പോൾ ഇതിലൂടെ സ്വന്തമാക്കിയിരിക്കുകയാണ്. റെക്കോർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി തകർത്ത് മുന്നേറുന്ന ഫ്രഞ്ച് പടയെ തളയ്ക്കുക ഇനി ഏത് പ്രതിരോധ നിരക്കും കടുത്ത വെല്ലുവിളിയാകും. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കരുത്തരായ ജർമ്മനിയെ അട്ടിമറിച്ചെത്തുന്ന പരഗ്വേയാണ് ഇനി ഫ്രാൻസിന്റെ അടുത്ത എതിരാളികൾ. എംബാപ്പയും സംഘവും ഈ കുതിപ്പ് തുടരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.